നമസ്കാരം. പ്രൈമർ അക്കാഡമിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷയ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റിനറി സയൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ വെറ്റിനറി സയൻസിൽ മൊത്തം ഒരു 10 മാർക്കാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. 10 അല്ല, 5 മാർക്കാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മാർക്ക്. അത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ വെറ്റിനറി സയൻസ് അല്ല. വെറ്റിനറി സയൻസിന്റെ ഒരു മേഖലയിലെ മീറ്റ് സയൻസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വെറ്റിനറി സയൻസ് ആണ് നമ്മുടെ സിലബസിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന മാംസം, അതുപോലെ ഇറച്ചി ആൻഡ് മുട്ട, അതിന്റെ പ്രോസസ്സിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉത്സാഹിച്ച് പിടിച്ചാൽ നമുക്കിതിൽ 5 മാർക്ക് മൊത്തം തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈസി ടോപ്പിക്കാണ്. അപ്പോ നമ്മുടെ എക്സാമിന് സമയമുണ്ട്. എഴുതിയാലും പഠനത്തിൽ പുറകെ പോകരുത്. എല്ലാവരും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിക്ക് പതുക്കെ പഠിച്ചു കൂടാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്ററിന്റെ അടുത്ത് പറയാം. അപ്പൊ അവര് എൻ്റെ അടുത്ത് ബന്ധപ്പെടും. അത് റിലേറ്റഡ് ആയിട്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ടത് ക്രിയേറ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും സ്ലൈഡുകൾ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റിനറി സയൻസിലെ ബേസിക് ടെർമിനോളജീസ് ആണ്. അത് ചില നാമകരണങ്ങൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള അടുത്ത ക്ലാസ്സുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ ടൈമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വെറ്റിനറി സയൻസിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് മാംസവും അതുപോലെ മുട്ടയും, ഭക്ഷ്യയോഗ്യമായ മാംസവും മുട്ടയാണ്. അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ടെക്നോളജീസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ മാംസങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് ഇത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ റൂമിനൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീറ്റും നാട്ടിൽ കിട്ടാത്ത മീറ്റും മറ്റു രാജ്യങ്ങളിൽ സുലഭമായി കിട്ടുന്ന മീറ്റുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടെർമിനോളജീസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കൂടുതലായിട്ടും സെൻട്രൽ എഫ്എസ്ഒയിൽ വരാറുണ്ട്. സ്റ്റേറ്റ് എഫ്എസ്ഒയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് 1-2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അത് ചെറിയ ടോപ്പിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ടേമുകൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ റൂമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റൊമക്കുള്ള ആനിമൽസ്. അതായത് നമ്മുടെ സ്റ്റൊമക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു ഒറ്റ അറയുള്ള സ്റ്റൊമക്ക് ആയിരിക്കും. ഈ റൂമിനൻസിന്റെ സ്റ്റൊമക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അറകളായിരിക്കും. 2, 3, 4 ഇതുപോലെ 4 അറകളായിരിക്കും. ഏതൊക്കെയാണ് അറകൾ? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപ്പമാസം, ഇങ്ങനെ 4 അറകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് പശു ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പശു ശരിക്കും നമ്മൾ നോർമൽ രീതിയിൽ പലരും ശ്രദ്ധിക്കില്ല. പശു ശരിക്കും പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ അവരത് വിഴുങ്ങുക ചെയ്യും. അപ്പൊ അത് നേരെ അവരെ റൂമനിൽ പോകും. റൂമനിൽ പോയിട്ട് അതൊന്ന് ഫെർമെന്റ് ആവുക ഭക്ഷണം. പിന്നെ ആ ഭക്ഷണം നേരെ തിരിച്ചവരെ വായിൽ പോകും. പിന്നെ അവർ നന്നായി ചവച്ചരിച്ച് അവരെ നോർമൽ നമ്മുടെ ഡൈജഷൻ പോലെ കൊണ്ടുപോവുക ചെയ്യും. അങ്ങനത്തെ തരത്തിൽപ്പെടുന്ന ജീവികളെയാണ് റൂമിനൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പശു, എരുമ, പോത്ത് എല്ലാ ഐറ്റംസും അതിൽ പെടും. അതില് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബൊവൈൻസ്. ബൊവൈൻസിലാണ് മെയിൻലി നമ്മുടെ പശു, എരുമ, പോത്ത് ഇതിനെ ക്ലബ് ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് ബൊവൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കാറ്റിൽ ഓർ ബഫലോ ഇവരുടെ മാംസത്തിന് പറയുന്ന പേരാണ് ബീഫ്. ഓക്കെ, ഇവരുടെ മീറ്റിനെ പറയുന്ന പേരാണ് ബീഫ്. നമ്മൾ പലർക്കും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് എന്ന് വെച്ചാൽ പോത്തിറച്ചിയെ മാത്രമാണ് പറയുന്നത്. പോത്ത് അല്ലെങ്കിൽ എരുമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത്, എരുമ, പശു, കാള ഇവരുടെ മീറ്റിനെ മൊത്തമായി പറയുന്ന പേരാണ് ബീഫ് എന്ന് വെച്ച്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് കിടാവ്. 3 to 9 മാസം പ്രായമുള്ള കിടാവിന്റെ മീറ്റിനെ പറയുന്ന പേരാണ് വീൽ മീറ്റ്. ഈ കിടാവ് ഏതൊക്കെയാവാം? പശുക്കുട്ടിയാവാം, അതുപോലെ തന്നെ പോത്തുംകുട്ടി, എരുമക്കുട്ടിയാവാം. വീൽ മീറ്റ് എന്ന് പറയാറുണ്ട്. ഇതിനെ നമ്മുടെ കോമൺ ഭാഷയിൽ, ലോക്കൽ ഭാഷയിൽ കുട്ടൻ ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബോബി വീൽ. ബോബി വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. 10 ദിവസത്തിൽ താഴെ പ്രായമുള്ള ഈ പശുക്കുട്ടി, ഓർ എരുമക്കുട്ടി, ഓർ പോത്തുംകുട്ടി അവരറുത്തിട്ട് അവരുടെ മാംസത്തിനെയാണ് ഈ ബോബി വീൽ എന്ന് പറയുന്നത്. ഈ ബോബി വീൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് സ്റ്റാർ ഇട്ട് വെക്കുക. ഈ PPTs നമ്മൾ ക്ലാസ്സിന് ശേഷം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്ററിന്റെ കയ്യിൽ കൊടുക്കുക. അവര് എന്നിൽ അത് എത്തിക്കും. തുടർന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ വാട്സാപ്പ് വഴി ഞാൻ
കോർഡിനേറ്റർക്ക് മെസ്സേജ് ആയിട്ട് വിട്ടുകഴിഞ്ഞു. ഓക്കെ, ഡൗട്ടുകൾ ആരും വെച്ചുകൊണ്ടിരിക്കരുത്, ചോദിക്കുക. പലർക്കും ഇതൊരു പുതിയ ടേംസ് ആയിരിക്കാം, റിലേറ്റഡ് ആയ ടോപ്പിക് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആരും ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് ഒവൈൻസ്. ഒവൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മരിയാടിന്റെ കണത്തിന് പറയുന്ന ഒരു കോമൺ ടേംസ് ആണ് ഒവൈൻസ് എന്ന് പറയുന്നത്, ഷീപ്പ്. അപ്പൊ ചെമ്മരിയാടിന്റെ ഒവൈൻസ് എന്ന പേര് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ചെമ്മരിയാടിന്റെ ഇറച്ചീനെ പറയുന്ന പേരാണ് മട്ടൻ. ഓക്കെ, നമ്മുടെ നാട്ടിൽ മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിറച്ചി എന്നൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ശരിക്കും മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാടിന്റെ മാത്രം ഇറച്ചിനെയാണ് ഈ മട്ടൻ എന്ന് പറയുന്നത്. ഇതവിടെ ചെമ്മരിയാടിന്റെ പടം വെച്ചത്, ഇവരെയാണ് ഈ മട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാപ്രൈൻസ്. പ്രൈൻസ് ഇപ്പോ നമ്മുടെ കുറെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ടേമാണ്. കാപ്രൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ആടുവർഗത്തിന് പറയുന്ന ഒരു കോമൺ നെയിമാണ് കാപ്രൈൻസ്. ഓക്കെ, അപ്പോ ആട്ടിറച്ചിയുടെ പേരാണ് ഷെവോൺ. ഷെവോൺ മീറ്റ് എന്നാണ് ആട്ടിറച്ചിയെ പറയുന്നത്. പിന്നെ ഇനി ഭാവിയിൽ നിങ്ങൾ നോക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ മട്ടൻ എന്ന് പറഞ്ഞ ആടെന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ഫോറിൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ മട്ടനും ഷെവോണും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഷെവോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആടിന്റെ ഇറച്ചിനെയാണ് ഷെവോൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോൺ റൂമിനൻസ്. നോൺ റൂമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് 4 അറകളല്ലാത്ത ആനിമൽസിനെയാണ് നോൺ റൂമിനൻസ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ വയറിന് സിമിലർ ആയിരിക്കും അവരുടെ വയറ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് പന്നിയിറച്ചി. പന്നിയെ പറയുന്ന കോമൺ ആയിട്ടുള്ള ടെക്നിക്കൽ ടെർമിനോളജിയാണ് പോർസൈൻ. ഓക്കെ, പോർസൈൻ. ഓക്കെ, അതിൽ വരുന്ന പന്നി, പിഗ്. പിഗ് എന്ന് പറഞ്ഞ ആൺവർഗത്തിനെയാണ് പിഗ് എന്ന് പറയുന്നത്. സ്വൈൻ എന്ന് പറഞ്ഞ പെണ്ണാണ്. അപ്പൊ ഇവരെ പറയുന്ന പേരാണ് പോർക്ക്. ഓക്കെ, പന്നി ഇറച്ചിയുടെ പേരാണ് പോർക്ക്. ഇനി അടുത്തത് മുയലിറച്ചി. മുയലിറച്ചിക്ക് അങ്ങനെ ടെക്നിക്കൽ പേരൊന്നുമില്ല, റാബിറ്റ് ബ്രോയിലർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലാത്തൊരു സാധനമാണ് കുതിരയിറച്ചി. ഓക്കെ, കുതിരയിറച്ചിന്റെ പറയുന്ന പേരാണ് ഷവാലിൻ. ഓക്കെ, പുറത്ത് വയ്ക്കുക, ഷവാലിൻ. പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഷവാലിൻ മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ യൂട്യൂബ് ചാനലിൽ പലർക്ക് കുക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോസ് കാണാറുണ്ട്. അതൊക്കെ നോക്കി നമുക്ക് കറക്റ്റ് കുതിര മീറ്റിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, കുതിരനെ അങ്ങനെ ഇറക്കാറൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് പോൾട്രി. പോൾട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്ന കിളിവർഗങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പോൾട്രി. അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കോഴീനെ വളർത്താറുണ്ട് മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താറാവ്, ഗൂസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ പെടും. അപ്പൊ അവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പോൾട്രി. അപ്പൊ നമ്മൾ കുറെ പുതിയ ടേമുകൾ പഠിച്ചിട്ടുണ്ട്, പോർസൈൻ, കാപ്രൈൻ, ഒവൈൻ. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം, അതൊക്കെ നന്നായി പഠിക്കണം. ആ നെയിം ടെർമിനോളജീസ് നല്ല രീതിക്ക് ഒന്ന് നോക്കി വെക്കണം. എങ്ങനെ പോയാലും ഒരു 1-2 മാർക്ക് ചിലപ്പോൾ ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. അത് സിമ്പിൾ ആയിട്ട് എടുക്കരുത്, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ പോൾട്രിയിൽ പെടുന്ന ആൾക്കാരൊന്നും നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ചിക്കൻ, കോഴി ഇറച്ചിയെ പറയുന്ന പേരാണ് ചിക്കൻ. അതിൽ നമുക്ക് ഹെൻ ഉണ്ടാവും, അതുപോലെ തന്നെ കോക്കും ഉണ്ടാവും. കോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂവൻ കോഴി. ഓക്കെ, അടുത്തത് താറാവിറച്ചി, ഡക്ക് മീറ്റ് എന്നാണ് പറയുക. പിന്നെ ടർക്കി മീറ്റ്. ടർക്കി എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ടർക്കി. ടർക്കിയുടെ മീറ്റിന് ടർക്കി മീറ്റ് തന്നെയാണ് പറയുന്നത്. പിന്നെ ഗൂസ്, വാത്ത എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഗൂസ്. നമ്മുടെ താറാവ് പോലത്തെ ഒരു ഐറ്റാണ്, അതും ഈ പോൾട്രി ഗണത്തിൽ പെടും. പിന്നെ ഗിനി ഫൗൾ, ഇതൊരു പ്രത്യേകതരം കോഴിയാണ്. ജാപ്പനീസ് ക്വൈൽ, അതൊരു കാടയാണ്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കാടയാണ് ജാപ്പനീസ് ക്വൈൽ. നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല, എന്നാലും അങ്ങനത്തെ ഒരു ജീവിയും കൂടി ഉണ്ട്. പിന്നെ പീജിയൻ, നമ്മുടെ നാട്ടിൽ ഒട്ടും അവൈലബിൾ അല്ലാത്ത ഒന്നാണ്, നമ്മൾ അത്ര ആക്സെപ്റ്റബിൾ ആയിട്ട് കഴിക്കാറുമില്ല. പീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവർച്ചിയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലില്ല, പുറം നാടുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതും ഈ പോൾട്രി ഗണത്തിൽ പെടാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അതിൽ തന്നെ പെടുന്നതാണ് റാറ്റിറ്റ്സ്. റാറ്റിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസുള്ള കോഴികളെ പറയുന്ന പേരാണ് റാറ്റിറ്റ്സ്. ഇതിൽ എമു പെടും, അതുപോലെ തന്നെ റിയ പെടും. എമുവിനെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. എമുവിന്റെ മീറ്റ് ശരിക്കും പറഞ്ഞാൽ ലീഗലാണ്, അത് നമ്മൾ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ ഓസ്ട്രിച്ച് ഇതിൽ പെടില്ല. ഓസ്ട്രിച്ചിനോട് സാമ്യമുള്ള ഒരു ബേർഡാണ് റിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗെയിം. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്തൊരു സാധനം. നമ്മുടെ പുറം രാജ്യങ്ങളിൽ നമുക്ക് പൈസ കൊടുത്ത് ഹണ്ട് ചെയ്യാൻ കാടുകളിലേക്ക് പോകാൻ പറ്റും. ആ ഹണ്ട് ചെയ്ത് കിട്ടുന്ന മീറ്റ് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ മാനിന്റെ മീറ്റ് ആവാം, അതുപോലെ കാട്ടുപന്നി, കാട്ടുപോത്ത്, കാട്ടുപശു,
ഇതിന്റെയൊക്കെ ഇറച്ചിനെ പറയുന്ന പേരാണ് ഗെയിം. ഓക്കെ, അത് സ്പെഷ്യൽ ആയിട്ട് നോക്കണം. മീറ്റ് ഓഫ് 100 ആനിമൽസ്, നമ്മൾ വെടിവെച്ചിട്ടതോ അല്ലെങ്കിൽ ഹണ്ട് ചെയ്തോ വേട്ടയാടിയ ആനിമൽസിന്റെ മീറ്റിനെ പറയുന്ന പേരാണ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റാക്കിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈസുള്ള കോഴികൾ, ലൈക്ക് എമു, റിയ, അതുപോലെ തന്നെ ഗെയിം. നമ്മൾ പുതിയത് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷവാലി, ഒവായ്, കാപ്രൈൻ, പോർക്ക്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പോർക്കിന്റെ മറ്റേ ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് പോർസൈൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഒരു മീറ്റ് ആണ്, പക്ഷെ പുറം രാജ്യങ്ങളിൽ അവൈലബിൾ, സൂപ്പർ മാർക്കറ്റിൽ വരെ കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിലല്ല കേട്ടോ, പുറം രാജ്യങ്ങളിൽ. അതാണ് മാനിറച്ചി, ഡിയർ. നമ്മുടെ നാട്ടിൽ കാട്ടിൽ മാത്രമാണ് മാൻ കാണുന്നത്, പക്ഷെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ മാനുകളെ നമ്മുടെ ആട് ഫാം പോലെ വളർത്താറുണ്ട്. അവരെ മീറ്റ് അങ്ങനെ കൊടുക്കാറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ. ആ മീറ്റിനെ പറയുന്ന പേരാണ് വെനിസൺ. ഓക്കെ, ഓർത്ത് വെക്കുക, വെനിസൺ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗെയിം ഓർക്കുക, വെനിസൺ ഓർക്കുക, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പലർക്കും ഇത് പുതിയ ടേം ആയിരിക്കും. ഓർത്ത് വെക്കുക, മാനിറച്ചി എന്ന് പറയുന്ന പേരാണ് വെനിസൺ. അതുപോലെ തന്നെ വേട്ടയാടി കിട്ടുന്ന മാംസത്തിന് പറയുന്ന പേരാണ് ഗെയിം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞുതരാം. അതായത് അടുത്താണ് മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രയാറ്റഡ് മസിൽസ്, നമ്മുടെ എല്ലിനോട് ചേർന്ന് കിടക്കുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പറയാം. സാധാരണ ഒരു ആനിമലിലായാലും ഹ്യൂമനിലായാലും 2 തരം മസിൽസ് ഉണ്ടാവും. വോളണ്ടറി മസിൽസും അതുപോലെ തന്നെ ഇൻവോളണ്ടറി മസിൽസും. ഇത് നമ്മുടെ എക്സാം റിലേറ്റഡ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ്. ആ മസിൽസിന് പറയുന്ന വേറൊരു പേരാണ് സ്ട്രയാറ്റഡ് മസിൽസ്. നമ്മുടെ കൂട്ടത്തിലെ മെഡിസിൻ പഠിച്ച ആൾക്കാർക്ക് ഇതേപറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ സ്ട്രയാറ്റഡ് മസിൽസിനെ ശരിക്കും കട്ട് ചെയ്ത് വിൽക്കുന്നതിനെയാണ് ഇറച്ചി എന്ന് പറയുന്നത്. നമ്മൾ ഇറച്ചിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്, മീറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ട്രയാറ്റഡ് മസിൽസിനെ മാത്രമാണ്. ഓക്കെ, അപ്പൊ മീറ്റ് എന്താണ്? മീറ്റിന്റെ ഡെഫിനേഷൻ ആണ് എഡിബിൾ പോർഷൻ ഓഫ് എ സ്ലോട്ടേഡ് ഫുഡ് ആനിമൽ. സ്ലോട്ടേഡ് എന്ന് പറഞ്ഞാൽ അറവ് കഴിഞ്ഞ ഒരു മൃഗത്തിന്റെ ഫുഡ് ആനിമൽസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലീഗലായിട്ട് അറക്കാൻ പറ്റുന്ന ആനിമൽസിന്റെ എഡിബിൾ പോർഷൻസ് അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ട്രയാറ്റഡ് മസിൽസിനെയാണ്. സ്ട്രയാറ്റഡ് മസിൽസിന്റെ പല പേരുകളാണ്. സ്ട്രൈപ്പഡ് മസിൽസ്, അതുപോലെ തന്നെ സ്കെൽറ്റഡ് മസിൽസ്. അതിന്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, സേഫ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. നമ്മൾ ഫുഡ് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഗണത്തിൽ സേഫ് സ്യൂട്ടബിലിറ്റി അവരെ സ്റ്റാൻഡേർഡ്സിൽ ഫോളോ ചെയ്യുന്ന സ്ട്രയാറ്റഡ് മസിൽസിനെയാണ് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രഷ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിനെ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ പോയി കുറച്ച് നേരം റെഫ്രിജറേഷൻ കൊടുത്ത് അതിന്റെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് നഷ്ടപ്പെടാത്ത മീറ്റിനെയാണ് ഫ്രഷ് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അധികം ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഏജ്ഡ് മീറ്റ് ആവും. ഫ്രഷ് ആയിട്ട് തന്നെ ചെറിയ റെഫ്രിജറേഷൻ കൊടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്ന മീറ്റിനെയാണ് ഫ്രഷ് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർക്കുക, നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് നഷ്ടപ്പെടാൻ പാടില്ല. ഇനി ഒരു ബേസിക് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പശുവിനെ സ്ലോട്ടർ ചെയ്യണം. ഒരു ആനിമലിനെ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞു, എനി ആനിമൽ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നു. സ്ലോട്ടർ ചെയ്യാന്ന് വെച്ചാൽ അറക്കുന്നു. അറുത്ത് കഴിഞ്ഞതിന് 2 പാർട്ടാക്കിയിട്ട് നമുക്ക് തരംതിരിക്കും. ഒന്ന് കാർക്കസ്, രണ്ടാമത്തെ ഒഫൽ. ഈ കാർക്കസിലാണ് ശരിക്കും പറഞ്ഞ മസിൽസ്, ബോൺസ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. ഒഫൽ പാർട്സിൽ വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഓർഗൻസ്, അതുപോലെ തന്നെ അതിന്റെ ജെനിറ്റൽ ഓർഗൻസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, കുണ്ടികുടൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. പാർട്സ് ആയിട്ട് നമ്മൾ വിൽക്കാറുണ്ട്, പക്ഷെ കോമൺലി അതൊക്കെ ഒഫൽ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ പശുവിന്റെ കാലിന്റെ തന്നെ തുടപ്പീസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാലിന്റെ കുളമ്പ് പീസുകളില്ലേ, ആ ഐറ്റംസ്. വാലടിയൊക്കെ ശരിക്കും ഇപ്പൊ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലി ടെർമിനോളജിക്കലി വാലടി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വാല് കിട്ടും, പ്രോപ്പർ വാല്. അത് വാലടി എന്ന് പറഞ്ഞതിന്റെ അറ്റ പോർഷനാണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. വാല് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ടെയിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക ചെയ്യും. തൊലി ചില ഔഷധ മരുന്നുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും തൊലിയും ശരിക്കും പറഞ്ഞ ഓഫൽ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അബറ്റോയർ എന്ന് പറഞ്ഞ സെക്ഷനിലും സ്ലോട്ടറിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് വരാനുണ്ട്. അതിൽ നമുക്ക് ഫുൾ ഡെപ്തിൽ പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞാണ്, ഒരു ഔട്ട്ലൈൻ. അനിമലിനെ കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആയിട്ട് അറിഞ്ഞിരിക്കാം, കാർക്കസ് പിന്നെ ഒഫൽ. ഓക്കെ,
ഇനി അടുത്താണ് ഏജ്ഡ് ഓർ കണ്ടീഷൻഡ് മീറ്റ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ഫ്രഷ് മീറ്റ് ഉണ്ടല്ലോ, ഫ്രഷ് മീറ്റിനെ 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ കുറെ നാൾ ഇങ്ങനെ എടുത്തു വെക്കും. കുറെ നാളല്ല, കുറച്ച് നാൾ എടുത്തു വെച്ചാലും അതിനകത്ത് കുറച്ച് എൻസൈമാറ്റിക് അതുപോലെ തന്നെ കുറച്ച് ചേഞ്ചസ്, ബയോകെമിക്കൽ ഓർ ബയോഫിസിക്കൽ ചേഞ്ചസ് വരും. അപ്പൊ അതുപോലെ എന്തൊക്കെ ഉണ്ടാവുക, അതിന്റെ ടെൻഡർനെസ് കൂടും, അതുപോലെ തന്നെ ഫ്ലേവറും ജ്യൂസിനെസ്സും കൂടും. അങ്ങനെ ഉണ്ടാവുന്ന മീറ്റിനെ പറയുന്ന പേരാണ് ഏജ്ഡ് മീറ്റ് ഓർ കണ്ടീഷൻഡ് മീറ്റ്. ടെമ്പറേച്ചർ ഓർത്ത് വെക്കുക, ഏജിങ്ങിന് എത്രയാണ് ടെമ്പറേച്ചർ, 0 to 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മള് ചില മീറ്റ് ഇപ്പോ ഷവർമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ശരിക്കുള്ള ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഏജ് ചെയ്ത് വെച്ച ചിക്കൻ ആയിരിക്കും. അതാകുമ്പോൾ നമുക്ക് ജ്യൂസിനെസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വെറൈറ്റി മീറ്റ് ഓർ ഓർഗൻ മീറ്റ്. ഈ ഓർഗൻ മീറ്റ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഒഫൽ കാറ്റഗറിയിലാണ്. ഡെപ്തിൽ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ പശുവിന്റെയും അതുപോലെ പോത്തിന്റെ ആയാലും ഈവൻ കോഴിയുടെ പോലും ഇന്റേണൽ ഓർഗൻസിനെ പറയുന്ന പേരാണ് വെറൈറ്റി മീറ്റ് ഓർ ഓർഗൻ മീറ്റ്. അതിന്റെ ടെക്നിക്കൽ ടേം ഇത് ഓർത്ത് വെച്ചോളൂ. വെറൈറ്റി മീറ്റ് എന്ന് ഒരു ചോദ്യം കണ്ട വെറൈറ്റി ആയ ഒരു മീറ്റ് എന്നല്ല നമ്മൾ ഉത്തരം കൊടുക്കുന്നത്. ഓർഗൻ മീറ്റിനെയാണ് ഈ വെറൈറ്റി മീറ്റ് എന്ന് പറയുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് ഹാർട്ട്, ലിവർ, കിഡ്നി, പശുവിന്റെ നാവ്, അതുപോലെ തന്നെ തലച്ചോറ്, പിന്നെ ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസ് ആണ് മൃഗങ്ങളുടെ. പിന്നെ ഡയഫ്രം, ലങ്സിന്റെ അടിയിലുള്ള ഡയഫ്രം, പാൻക്രിയാസ്, ഇതൊക്കെ ഈ ഓർഗൻ മീറ്റിൽ പെടുന്ന കാറ്റഗറീസ് ആണ്. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്, ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അതും അവൈലബിൾ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞത് പെടുന്നത് ഒഫൽ കാറ്റഗറിയിലാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മീറ്റ് പറഞ്ഞു, ഫ്രഷ് മീറ്റ് പറഞ്ഞു, കണ്ടീഷൻഡ് മീറ്റ് ഓർ ഏജ്ഡ് മീറ്റ് പറഞ്ഞു, പിന്നെ വെറൈറ്റി മീറ്റ്. വെറൈറ്റി മീറ്റ് പേര് ഓർക്കുക, ഇന്റേണൽ ഓർഗൻസിന്റെ മീറ്റിനെയാണ് ഈ വെറൈറ്റി മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മൃഗത്തിനെ അറുത്ത് കഴിഞ്ഞ് നമ്മൾ യൂഷ്വൽ പ്രോട്ടോകോൾ വെച്ചും നിയമങ്ങളനുസരിച്ച് അറുത്ത് കഴിഞ്ഞ് അതിന് രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് കാർക്കസും, രണ്ടാമത്തത് ഒഫലും. ഓക്കെ, കാർക്കസ് എന്ന് പറഞ്ഞ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പക്ക ബോഡി, അതായത് വിത്ത് മാംസം, നമുക്ക് എഡിബിൾ ആയ മാംസം മാത്രം, വിത്ത് ബോൺസ് അതടക്കം. ഓക്കെ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ശരിക്കും പറഞ്ഞ കാർക്കസിന്റെ, ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒഫൽ. ഒഫൽ എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് തൊലി ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ്, വാല്, കാലിന്റെ അടിഭാഗം, അതായത് നമ്മുടെ ഈ കുളമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ശരിക്കും ഒഫല് ഭാഗങ്ങളാണ്. അതുപോലെ തല ശരിക്കും നമുക്ക് പലരും അത് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ തല വരുന്നത് ഈ ഒഫൽ കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പൊ ഡ്രസ്ഡ് ബോഡി ഓഫ് എ സ്ലോട്ടേഡ് ആനിമൽ. ഡ്രസ്ഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായ അടുത്ത സ്ലോട്ടേഡ് ആനിമലിനെ ആഫ്റ്റർ റിമൂവൽ ഓഫ് ബ്ലഡ്, അതായത് നമ്മൾ അറവ് കഴിഞ്ഞ് അതിനെ തല കീഴായി കെട്ടി തൂക്കി വെക്കും ഞരമ്പ് മുറിച്ചിട്ട്. അപ്പൊ അതിന്റെ ബ്ലഡ് മുഴുവൻ ഡ്രെയിൻ ചെയ്തു പോകും. അതുപോലെ തന്നെ ബ്ലഡ് ഒഴിവാക്കി നമ്മൾ അതിന്റെ തൊലി, സ്കിൻ ഓർ ഹൈഡ്, പിന്നെ ഹെഡ് ഒഴിവാക്കി, ടെയിൽ ഒഴിവാക്കി, പിന്നെ ഫീറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫീറ്റ് കാർപ്പൽ ആൻഡ് ടാർസൽ, അതായത് നമ്മുടെ കാലിന്റെ ആംഗിളിന്റെ ആ ജോയിന്റ്സിന് പറയുന്ന പേരാണ്. അപ്പൊ ആ കാർപ്പൽ ആൻഡ് ടാർസൽ എന്ന് പറഞ്ഞാൽ കുളമ്പ് ആ ഭാഗത്തിന് ഇത്തിരി കയറിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാർപ്പൽ ആൻഡ് ടാർസൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ആ ലെഗ് നമ്മൾ ഒഴിവാക്കുക ചെയ്യും. വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേം ആണ്, ഇന്റേണൽ ഓർഗൻസിന് പറയുന്ന ഒരു പേരാണ് വിസറ. അതിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരും. ഓക്കെ, ഇന്റേണൽ ഓർഗൻസിന് പറയുന്ന പേരാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ, നമ്മുടെ മറ്റേ ടെസ്റ്റിക്കിൾസ്, അങ്ങനത്തെ ഓവറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അഡർ, ഇപ്പോ പശുവിനെയാണ് അറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകിട്, പശുവിനെയാണെങ്കിൽ എരുമയാണെങ്കിൽ അതിന്റെ അകിടൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ പിഗിന്റെ കേസിൽ മാത്രം, പിഗ്സ് പോർസൈൻ നമ്മൾ പറഞ്ഞല്ലോ, പോർക്ക് മീറ്റ്, അതിന്റെ കേസിൽ മാത്രം ഓർത്ത് വെക്കുക, സ്കിന്ന് കാർക്കസിൽ വിടും, അതായത് മീറ്റിൽ വിടും. കാരണം അതിന്റെ സ്കിന്ന് ആൾക്കാർക്ക് താല്പര്യമുള്ളതാണ്. അപ്പൊ ആ ശരിക്കും പറഞ്ഞാൽ അത് മീറ്റിലേക്ക് പോകും. ബാക്കിയുള്ള അതിന്റെ സ്കിന്നൊക്കെ ഒഫലിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പാർട്സ് ഓഫ് എ സ്ലോട്ടേഡ് ആനിമൽ, കാർക്കസ് ഒഴികെ, അതായത് കാർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റ് പ്ലസ് ബോണ്, എഡിബിൾ മീറ്റ് പ്ലസ് ബോണ്, അതൊഴികെ ബാക്കിയുള്ള എല്ലാ പാർട്സും നമ്മൾ റിമൂവ് ചെയ്തതിനെ പറയുന്ന പേരാണ് ഒഫൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിയിലുള്ള തൊറാസിക് അബ്ഡോമിനൽ ആൻഡ് പെൽവിക് ക്യാവിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ പടം കണ്ടു. ഈ എല്ലിനകത്ത് കാണുന്ന എല്ലാ ഇന്റേണൽ ഓർഗൻസിനും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് വിസറ. വിസറയ്ക്കകത്ത് സ്റ്റൊമക്ക് വരാം, അതുപോലെ തന്നെ ലങ്സ് വരാം, കുടലുകൾ വരാം, പാൻക്രിയാസ്, ലിവർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരാം.
ഈ വിസറേനെ നമ്മൾ റിമൂവ് ചെയ്യും അറുത്ത് കഴിഞ്ഞ്. ആ പ്രോസസ്സിനെ പറയുന്നത് അതൊക്കെ ഡെപ്തിൽ നമുക്ക് പറയാം കേട്ടോ. സ്ലോട്ടറിങ് എന്നൊരു സെക്ഷൻ വരുന്നുണ്ട്, എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പൊ ആ പ്രോസസ്സ് ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രം ഓർത്ത് വെക്കുക. പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വിസറ, അതിനെ പറയുന്ന പേരാണ് എവിസറേഷൻ. ഓക്കെ, ഓർത്ത് വെക്കുക, എവിസറേഷൻ. നമ്മുടെ പശുവിന്റെയോ അതുപോലെ തന്നെ ആരുടെയോ, അതായത് നമ്മൾ സ്ലോട്ടർ ചെയ്ത ആനിമൽസിന്റെ ഇന്റേണൽ ഓർഗൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെർമിനോളജീസ് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി അബറ്റോയർ. അബറ്റോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മുടെ അറവുശാലേനെ സയന്റിഫിക്കലി പറയുന്ന പേരാണ് അബറ്റോയർ. അബറ്റോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ്, സ്പെസിഫൈഡ് ആണ്, നമ്മുടെ ഭക്ഷ്യയോഗ്യമായ ആനിമൽസിനെ മാത്രം സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് പറയുന്ന പേരാണ് അബറ്റോയർ. ഓക്കെ, അതെപ്പോഴും അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും, FSSAI രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ FSSAI അല്ലെങ്കിൽ കോഡക്സ് അങ്ങനത്തെ അതോറിറ്റിയെ പറയുന്നതാണ് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ. മോർട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് എന്നാണ്. ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറക്കുന്നതിന് മുമ്പ് മൃഗങ്ങളെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസോ അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ. നമുക്ക് നോക്കാം. പ്രൊസീജിയർ ഓർ ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ കമ്പീറ്റന്റ് പേഴ്സൺ, മേ ബി എ വെറ്റിനറി സർജൻ. അല്ല, അബറ്റോയറിലും ഇവിടുത്തെ രാജ്യങ്ങളിൽ കുറവാണ്, പുറത്തെ രാജ്യങ്ങളിൽ ഒരു വെറ്റിനറി സർജൻ അബറ്റോയറിന്റെ ഭാഗമാണ്. അപ്പൊ അവര് ആനിമൽസിനെ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ പുറത്തുനിന്ന് ഒരു ഡോക്ടർ വന്നിട്ട് അറക്കുന്നതിന് മുമ്പ് ആനിമൽസിനെ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മള് ഇപ്പോ ചില അസുഖങ്ങളുള്ളപ്പോ ഒരു ഉദാഹരണം പറയാം. ആന്ത്രാക്സ് അസുഖമുള്ള പശുവിനെ അല്ലെങ്കിൽ കാളനെ നമുക്ക് അറക്കാൻ പറ്റില്ല. അത് തുറന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യും. മനുഷ്യർക്കായാലും ചില അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ മൊത്തം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അവരുടെ മീറ്റിൽ നിന്ന്. അങ്ങനത്തെ പലതരം അസുഖങ്ങൾ, അതിനെ സൂനോട്ടിക് ഡിസീസ് എന്നാണ് പറയാ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് സൂനോട്ടിക് ഡിസീസസ്. ഈ ഡിസീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർക്കുക, ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ, അറവിന് മുമ്പ് നമ്മൾ മൃഗങ്ങളെ ചെക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പീറ്റന്റ് അതോറിറ്റി. കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിന്റെ കാര്യത്തിൽ സേഫ്റ്റി, ഫുഡ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഏജൻസി എന്ന് പറയുന്ന പേരാണ് കോമ്പീറ്റന്റ് അതോറിറ്റി. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ അതോറിറ്റി ചാർജ്ഡ് ബൈ ഗവൺമെന്റ് വിത്ത് ദ കൺട്രോൾ ഓഫ് മീറ്റ് ഹൈജീൻ ഇൻക്ലൂഡിംഗ് സെറ്റിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് റെഗുലേറ്ററി മീറ്റ് ഹൈജീൻ റിക്വയർമെന്റ്. മെയിൻലി മീറ്റ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിരിക്കണം, അത് വളരെ ക്ലീൻലിനെസ്സിൽ അറക്കണം. അതുപോലെ തന്നെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആ അറക്കുന്ന മൃഗത്തിനെ വേദനിപ്പിക്കാതെ ഇറക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഹ്യൂമാൻ സ്ലോട്ടറിങ് എന്നാണ് അതിനറിയുന്നത്. അതായത് അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ പറയാൻ പറ്റിയ അതോറിറ്റീസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി കണ്ടംപ്റ്റ് മീറ്റ്. നമ്മൾ ഈ ആന്റിമോർട്ടം അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അതായത് ഈ അറവ് കഴിഞ്ഞാലും നമ്മൾ ഈ മാംസത്തെ ഒന്ന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഇൻസ്പെക്ഷനിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ വല്ല ഇൻഫെക്ഷൻ, മാംസത്തിൽ വല്ല പഴുപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ആ ഭാഗം അല്ലെങ്കിൽ ആ ആനിമലിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടം തള്ളും. അങ്ങനെ പറയുന്നതിനാണ് ഈ കണ്ടം തള്ളലിനെ പറയുന്ന പേരാണ് കണ്ടംപ്റ്റ്. ഓക്കെ, ആ ആനിമലിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്ക് ബറി ചെയ്യാനേ പറ്റുള്ളൂ, കുഴിച്ചിടാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്ത് കളയാം. ഇൻസിനറേഷൻ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇൻസിനറേറ്റ് ചെയ്യുന്നത് കത്തിച്ച് കളയാം, അത് ഇവിടെ ഫോളോ ചെയ്യാറില്ല. വളരെ എമർജൻസി കേസുകളിൽ മാത്രമാണ് അത് ചെയ്യാറുള്ളത്. നമ്മൾ ഇവിടെ ബറി ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻസ്പെക്ടഡ് ആൻഡ് ജഡ്ജ്ഡ് ബൈ എ കോമ്പീറ്റന്റ് പേഴ്സൺ. ഓക്കെ, അല്ലെങ്കിൽ ഒരു അതോറിറ്റി. അൺസേഫ് ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഓക്കെ, റിക്വയർ അപ്രോപ്രിയേറ്റ് ഡിസ്പോസൽ. അതായത് നമ്മളൊരു അറവ് കഴിഞ്ഞൊരു മൃഗത്തിനെയോ അല്ലെങ്കിൽ അറവിന് മുമ്പുള്ള മൃഗത്തിനെയോ നമ്മൾ ചെക്ക് ചെയ്യും. എന്തെങ്കിലും മാരകമായ അസുഖം ഉണ്ടെന്ന് ഇപ്പോൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ആ ഡിസ്പോസ് ചെയ്യുന്ന മീറ്റ് ഓർ ആനിമലിനെ പറയുന്ന പേരാണ് കണ്ടംപ്റ്റ്. ഓക്കെ, കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഓർക്കുക, കണ്ടം തള്ളുക. ഇനി അടുത്ത ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറവ് കഴിഞ്ഞ മൃഗത്തിനെ അതിന്റെ ഇന്റേണൽ ഓർഗൻസ് സെപ്പറേറ്റ് ചെയ്ത് അതിനെ കാർക്കസും അതുപോലെ തന്നെ ഒഫലും ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക,
പ്രോഗ്രസീവ് സെപ്പറേഷൻ ഓഫ് ബോഡി ഓഫ് ആൻ ആനിമൽ ഇൻ ടു കാർക്കസ് ആൻഡ് ദെയർ എഡിബിൾ ഓർ ഇൻഎഡിബിൾ പാർട്സ്. അത് വേറെ ഒന്നുമല്ല, ഒഫലാണ്. ഞാനത് എഴുതാൻ കാരണം ചില ഒഫൽ പാർട്സ് നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്, ലൈക്ക് ഇന്റേണൽ ഓർഗൻസ്, ലിവർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ലിവർ പക്ഷെ ഒഫലിൽ തന്നെയാണ് പെടുന്നത്. എങ്കിൽ നമ്മൾ ചിലത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ചിക്കൻ പാർട്സ് ആയാലും പാർട്സ് എന്ന രീതിയിൽ കടകളിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് എഡിബിൾ ഓർ ഇൻഎഡിബിൾ പാർട്സ് എന്ന് ഞാനത് കൊടുത്തത്. ഓക്കെ, ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഡ്രസ്സിങ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് സെപ്പറേഷൻ ഓഫ് ബോഡി ഓഫ് ആൻ ആനിമൽ ഇൻ ടു കാർക്കസ് ആൻഡ് ഓഫൽ. ഓക്കെ, ഇവിടെ കാണാം. ആദ്യം ആനിമൽ ഇങ്ങനെ പോയി, ഇവിടെ കോഴിയാണ്, ഇപ്പുറത്ത് മറ്റേ പശു അല്ലെങ്കിൽ ആടുമായിരിക്കും. ശരിക്കും പറഞ്ഞത് കണ്ടോ, ഇതിനെ ഓരോ സൈസ് ആക്കും. അതായത് മീറ്റ് കട്ടിങ്സ് എന്നാണ് പറയുക, ക്വാർട്ടറിങ് എന്നാണ് പറയുന്നത്. ഇവിടെ വേണം ഒരാൾ മുറിച്ച് സെപ്പറേറ്റ് ക്വാർട്ടേഴ്സ്, അതായത് 4 മൂലകളാക്കി മാറ്റും. ഓരോ എഡിബിൾ ക്വാർട്ടേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. അത് നമുക്ക് ഡെപ്തിൽ പഠിക്കാം. അപ്പൊ കണ്ടോ, ഇവിടെ ഓർഗൻസ് സെപ്പറേറ്റ് ചെയ്യണം. ഇയാൾ കണ്ടു, ഇതിനെ ഓർഗൻസ് ഒക്കെ എടുത്ത് മാറ്റും. അപ്പൊ ആദ്യം ഇവിടുത്തെ തല മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിന്റെ അറ്റം കണ്ടോ, വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി തൊലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് ഇന്റേണൽ ഓർഗൻസ് കളയുന്ന പ്രൊസീജിയറാണ് അവിടെ നടക്കുന്നത്, അതായത് എവിസറേഷൻ. ഓക്കെ, അടുത്ത് വയ്ക്കാം. ഓരോ പടങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുക അതിന്റെ കൂടെ. ഓക്കെ, നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് നമുക്ക് പുതിയ ടോപ്പിക്കാണ് പലരും. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. നമുക്ക് എത്രയാണെങ്കിലും അത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഇനി അടുത്ത ഫുഡ് സേഫ്റ്റി, ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സേഫ്റ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫുഡ് സേഫ്റ്റിയുടെ ക്ലാസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവണം. ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യ സുരക്ഷ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ് സേഫും ഹോൾസമും ആയ ഫുഡ്, അതായത് സുരക്ഷിതമായ ഒരാൾക്ക് ഒരു ഭക്ഷണം, ആ ഭക്ഷണം മൈക്രോബയോളജിക്കലി ആയാലും ടെക്നിക്കലി ആയാലും അത് സേഫ് ആയിരിക്കും, അയാൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അത് ഉറപ്പുവരുത്തുന്നതാണ് ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കി വെക്കാം. ഇത് ഇൻ ഡെപ്ത് നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജി ആണെങ്കിലും ഫുഡ് ലോസിലാണെങ്കിലും അടുത്ത സാറുമാരും ടീച്ചേഴ്സും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, പക്ഷെ നമ്മുടെ ടോപ്പിക്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. Conditions or measures necessary during production, processing, storage, distribution and preparation of food to ensure it is safe, sound, wholesome and fit for human consumption. Okay, ഭക്ഷ്യയോഗ്യമായ ഭക്ഷണത്തിന് അത് അത്ര സുരക്ഷിതമായ അവൈലബിലിറ്റി മനുഷ്യന് എൻഷുർ ചെയ്യുന്നതിനാണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാം മുതൽ കൺസ്യൂമർ തിന്നുന്ന വരെ ഈ ഫുഡ് സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ. രണ്ട് ഫുഡ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും റിലേറ്റഡ് ആണ്. അപ്പോ നമ്മൾ ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എപ്പോഴും സഫീഷ്യന്റ്, സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡിന് ആക്സസ് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ല ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും തലതിരിച്ച് പോലെ രണ്ട് റിലേറ്റഡ് ടേംസ് ആണ്. ഇത് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ. ഇവിടെ 2 ഡോക്ടർമാർ വന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ ആനിമലിനെ സ്ലോട്ടർ ചെയ്യുക, അതായത് അറവ് കഴിഞ്ഞതിന് ശേഷം അവരെ മീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പോ, ചില മാംസത്തിനകത്ത് വല്ല ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഫീവർ വെച്ചിട്ടൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗെയിം പറഞ്ഞില്ലേ, ഗെയിം പറയുമ്പോൾ നമ്മളിപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹണ്ട് ചെയ്തിട്ടായിരിക്കും ആനിമലിനെ പിടിക്കുക. അപ്പൊ ആ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമലിന്റെ ആ വെടിയുണ്ട കയറിയ ഭാഗത്ത് വെടിമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുള്ള മാംസമാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതിന് മൊത്തത്തില് അറവിന് ശേഷം ആ മാംസങ്ങളിൽ അതുപോലെ തന്നെ ആനിമലിനെ ചെക്ക് ചെയ്യണ ഒരു പ്രൊസീജിയറിനെയാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറയും. ഓക്കെ, പ്രൊസീജിയർ ഓർ ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ എ കോമ്പീറ്റന്റ് പേഴ്സൺ relevant parts of slaughtered or killed animals for the purpose of judgment of safety, suitability and disposition. Okay, അവിടെ വെച്ചിട്ടാണ് നമ്മൾ മറ്റേ കണ്ടംപ്റ്റ് എന്ന് പറയുന്ന കാര്യമൊക്കെ അവിടെ നടക്കുന്നത്. ഓക്കെ, ഇറച്ചി മോശമാണ്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കണ്ടംപ്റ്റ് എന്ന് പറയും. പിന്നീട് അത് കണ്ടോ അവിടെ സീല് വെക്കും. നമ്മളിത് ഇവിടെ നോക്കി, അത് നമ്മുടെ നാട്ടിൽ കോമൺ അല്ല. ശരിക്കും പറഞ്ഞ ഇവിടെ സീല് വെക്കും. കണ്ടംപ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു സീല് കൊടുക്കും. അപ്പൊ ആ മാംസം യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവാക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം തീരാറായി. അപ്പൊ നമുക്ക് എടുത്തതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, എന്നും ഓടിച്ചു വിടാം. പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ നമ്മൾ പറഞ്ഞു, ഫുഡ് സേഫ്റ്റി, ഫുഡ് സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു. ഡ്രസ്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാർക്കസ് അതുപോലെ തന്നെ ഒഫലാക്കി സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് ഡ്രസ്സിങ്. പിന്നെ കമ്പീറ്റന്റ് അതോറിറ്റി, കണ്ടംപ്റ്റ് തള്ളുക. ഓക്കെ,
അബറ്റോയർ അറവുശാല, ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ, അറവിന് മുമ്പ് നമ്മൾ മൃഗങ്ങളെ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഈ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. വിസറ, ഇന്റേണൽ ഓർഗൻസ്, ഓക്കെ, എവിസറേഷൻ, അതായത് ഇന്റേണൽ ഓർഗൻസിന് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. കാർക്കസ്, ഇവിടെ ഇന്റേണൽ ഓർഗൻസ് അതുപോലെ തന്നെ ഒപ്പൽ ഒഴിവാക്കിയ ആനിമൽ, അതായത് അറവ് കഴിഞ്ഞ ബോഡിയെ പറയുന്ന പേരാണ് കാർക്കസ്. ഒഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അതുപോലെ തന്നെ ഇൻഎഡിബിൾ പാർട്സിനെയാണ് ഒഫൽ എന്ന് പറയുന്നത്. ഓക്കെ, വെറൈറ്റി ഓർ ഓർഗൻ മീൻസ്, അതായത് മൃഗങ്ങളിലെ ഹാർട്ട്, കിഡ്നി, ലങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏജിൽ ഓർ കണ്ടീഷനിൽ 0 to 4 ഡിഗ്രി സെൽഷ്യസ് നമ്മളെ മീറ്റിനെ സ്റ്റോർ ചെയ്ത് അതിൻ്റെ ബയോകെമിക്കൽ ചേഞ്ചസ് നടത്താൻ വേണ്ടിയിട്ട് വെക്കും. അങ്ങനെ ഉണ്ടാകുന്ന മീറ്റിനെ പറയുന്ന പേരാണ് ഏജിൽ ഓർ കണ്ടീഷൻ. മീറ്റ് എന്താണ്? സ്ട്രൈറ്റഡ് സ്കെലിറ്റൽ മസിൽസ്. ഓക്കെ, ഫ്രഷ് മീറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറവ് കഴിയുന്നു, ബ്ലഡ് റിമൂവ് ചെയ്യുന്നു, ജസ്റ്റ് എന്ന് റെഫ്രിജറേറ്റ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, കൊടുക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഗെയിം, അതുപോലെ തന്നെ റാറ്റിറ്റ്സ്, വെനിസൺ, അനർജി. ഓക്കെ, പോൾട്രി നമ്മൾ നേരത്തെ പറഞ്ഞ ബേർഡ്സിന്റെ മാംസങ്ങൾ പറയുന്ന പേരാണ്. പോൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സ് ഗ്രോൺ ഫോർ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഓക്കെ, പോർസൈൻ, പോർ, അതുപോലെ തന്നെ ഷവാലിൻ, പിന്നെ ഷെവോൺ, മട്ടൺ. ഷെവോൺ എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചി, മട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാടിന്റെ ഇറച്ചി. ഓക്കെ, റൂമിനൻസ്, ഞാൻ പറഞ്ഞു 4 അറകൾ വയറുള്ള ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെയാണ് റൂമൻസ്. റൂമിനൻസ് എന്ന് പറയുന്ന അതിൽ വരുന്ന ബോബൈൻസും, പിന്നെ ബോബി വീൽ ഓർത്ത് വെക്കുക, 10 ദിവസത്തിന് താഴെ പ്രായമുള്ള കാപ്പിനകത്ത് അതിന്റെ മീറ്റിനെയാണ് ബോബി വീൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് നിർത്താം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, ശരി.